രാജീവ് ചന്ദ്രശേഖർ ആ കോടിക്കണക്കിന് രൂപ മുടക്കിയാലും നിയമത്തെ രക്ഷപ്പെടാൻ വേണ്ടി പോകും. കോൺഗ്രസിന് അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി തന്നെയാണ് ശബരിനാഥൻ. അക്കാര്യത്തിൽ സംശയമില്ല. മതിയായില്ല ഞങ്ങൾക്ക് ഈ MLA എന്ന് ജനങ്ങൾ നിശ്ചയമായിട്ടും വിധിയെഴുതും. 5-10 വർഷം കൂടുമ്പോൾ ദേശാടന കിളികൾ ചിലടത്ത് എത്തുന്നത് പോലെ എത്തുന്ന ഒരാളല്ല ഞാനെന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ നടന്ന വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. ഏതാണ്ട് 3000-ൽ പരം കോടി രൂപയുടെ വികസന പ്രവർത്തനം വിവിധ മേഖലകളിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇവിടെ നടന്നിട്ടുണ്ട്. IT മേഖലയിൽ മാത്രം 75,000 പുതിയ തൊഴിലവസരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നുള്ളത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. ടൂറിസം രംഗത്ത് വരുത്തിയ മാറ്റങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് തീർത്ഥാടന ടൂറിസത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് 64 കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജാതിമത വ്യത്യാസമില്ലാതെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചത്. അതെല്ലാം തന്നെ ആളുകളുടെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഒരു ത്രികോണ മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആ ത്രികോണ മത്സരത്തിൽ നിശ്ചയമായിട്ടും ഇടതുപക്ഷത്തിന് ജയിക്കാൻ സാധിക്കും. ആ ത്രികോണ മത്സരമാണെങ്കിലും എല്ലാവരും പൊതുവേ നമ്മുടെ വിജയം നോക്കി കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ബോധ്യം എന്ന് പറയുന്നത്. പക്ഷേ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രംഗത്ത് വന്നതോടുകൂടി അവരുടെ പ്രചരണ പ്രവർത്തനങ്ങളുമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ കൺവെൻഷൻ നടന്നു, അതും നല്ല മെച്ചപ്പെട്ട തരത്തിലാണ് വന്നത്. അപ്പോൾ ശരിക്കും ഒരു ട്രയാങ്കുലർ ഫൈറ്റ് തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയാതെ വയ്യ. ഫലം വരുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ പ്രചരണ രംഗത്ത് BJP കോടിക്കണക്കിന് രൂപയാണ് ഓരോ സ്ഥലത്തും മുടക്കുന്നത്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർക്ക് വേണമെങ്കിൽ തങ്ങളാണ് ആധിപത്യം സ്ഥാപിക്കുന്നത് വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ആയിരക്കണക്കിന് ബോർഡുകൾ വലിയ വാഹനങ്ങളിലൊക്കെ ലോറികളിലൊക്കെ കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചു പോവുക, ചില ഏജൻസികൾ വന്ന് ചുവരെഴുതുക, വേറെ അവിടുത്തെ പ്രവർത്തകന്മാർ പോലും അറിയുന്നില്ല. ചില ഏജൻസികളെ ഏൽപ്പിച്ചിരിക്കുകയാണ് പ്രചാരണ പരിപാടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രചരണത്തിൽ ഞങ്ങളാണെന്ന് വേണമെങ്കിൽ മുന്നിലെന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവർ പോവുകയാണ്. കേരളത്തിൽ ഉടനീളം അവരിങ്ങനെ ഒരു ക്യാമ്പയിനുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മതിയായില്ല ഞങ്ങൾക്ക് ഈ MLA എന്ന് ജനങ്ങൾ നിശ്ചയമായിട്ടും വിധിയെഴുതും. ഞങ്ങൾക്ക് ഒരു വട്ടം കൂടെ ഈ MLA തന്നെ വേണം. കാരണം ഞങ്ങളുടെ ഒരു സഹോദരനായി, കൂട്ടുകാരനായി, ഞങ്ങളുടെ ഒരു എല്ലാ കാര്യങ്ങളിലും ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഞങ്ങളോടൊപ്പം നിന്നൊരാളെന്നുള്ള നിലയിൽ ഈ MLA ഞങ്ങൾക്ക് മതിയായില്ല, ഞങ്ങൾക്ക് ഒരു വട്ടം കൂടി MLA വേണമെന്ന് ജനങ്ങൾ വിധിയെഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന സുപ്രധാനമായിട്ടുള്ള ഘടകം. ഇവിടെ 10-15 വർഷമായിട്ടുള്ള ഒരു കുടിവെള്ള പ്രശ്നമുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ സമാന്തരമായിട്ടുള്ള ഒരു പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന ഒരു കഠിന പരിശ്രമത്തിലാണ് MLA എന്നുള്ള നിലയിൽ ഞാൻ. നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ഒരു 15-20 വർഷങ്ങൾക്ക് മുമ്പ് യഥാർത്ഥത്തിൽ ഇട്ടിരുന്നതായിട്ടുള്ള സിമെന്റിന്റെ ഒരു പൈപ്പാണ് ഇവിടെ കിടക്കുന്നത്. അത് മാറ്റി കാസ്റ്റ് ചെയ്യേണ്ട പൈപ്പ് ഇടേണ്ടിയിരുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10-15 വർഷക്കാലമായിട്ട് കുടിവെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. ഈ സമീപകാലത്താണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ കഴക്കൂട്ടം ഒരു വൻ നഗരമായിട്ടങ്ങ് മാറി. ഞാൻ പറഞ്ഞില്ലേ, 10 വർഷത്തിന് 75,000 പുതിയ തൊഴിലവസരങ്ങൾ IT മേഖലയിൽ തന്നെ വന്നു. മറ്റു മേഖലകളുടെ കാര്യം പറയേണ്ടതില്ല. അപ്പോൾ അവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കുന്ന കാര്യത്തിൽ ചില പോരായ്മകൾ വരുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ MLA ആയി വന്നപ്പോഴത്തേക്ക് 81 കോടിയുടെ പ്രോജക്റ്റ് എടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 2-3 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു. കോവിഡിൻ്റെ ഒരു 2 വർഷക്കാലം നഷ്ടപ്പെട്ടു. പിന്നെ കോവിഡിൻ്റെ പീരീഡിൽ ഈ കാസ്റ്റ് ചെയ്യേണ്ട വില കൂടി, പൈപ്പിന് വില കൂടി എന്ന് പറഞ്ഞുകൊണ്ട് കോൺട്രാക്ടർ അധികം പണം ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നു, കോടതിയിൽ പോയി. അതെല്ലാം ഇത് ഡിലേ ആകുന്നതിന് കാരണമായി. അതെല്ലാം പരിഹരിച്ച് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ പുതിയ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് പൈപ്പ് ലൈൻ ഇവിടെ മൺവിളയിലെ ടാങ്കിൻ്റെ പരിസരത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അത് കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കി കുടിവെള്ളം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത്. അതിനെ ഈ അടുത്ത ദിവസങ്ങളിൽ 10 വർഷമായിട്ട് ഇവരൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കുടിവെള്ളം ഇല്ല എന്നുള്ള മുറവിളി 2-3 ദിവസമായിട്ട് അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പരിശ്രമമാണ്. കുടിവെള്ളം ഈ കാസ്റ്റ്രിയനിലൂടെ എത്തിക്കുന്നതിന് വേണ്ടി, ആ പൈപ്പിലൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം MLA യുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഫലപ്രാപ്തി 6.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് ഇടേണ്ടത്. അതിനിടയിൽ 3-3.5 വർഷക്കാലം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത് നീണ്ടുപോയി. ഇല്ലെങ്കിൽ 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പദ്ധതി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമായിരുന്നു. യഥേഷ്ടം 24 മണിക്കൂറും 7 ദിവസവും കുടിവെള്ളം കിട്ടുമായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ വെള്ളം തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് സംരക്ഷിച്ച് വലിയ പ്രഷർ കൊടുത്താൽ അപ്പോഴും പൊട്ടും. ഇപ്പം നിങ്ങൾ തന്നെ വാർത്തകളിൽ കാണുന്നുണ്ടാവും. ഇവിടെ തട്ടിനകം എന്ന് പറയുന്ന സ്ഥലത്ത് പൊട്ടാറുണ്ട് പ്രഷർ കൊടുത്താൽ. അതൊരു അമ്പലമുക്കിൽ പൊട്ടുന്നുണ്ട്. അതുപോലെ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൻ്റെ മുന്നിലെ ഒരു സ്ഥലത്ത്, ഈ 2-3 സ്ഥലങ്ങളിൽ എപ്പോഴും പ്രഷർ കൊടുത്തോ അപ്പോഴും പൊട്ടിയിരിക്കും. അപ്പോൾ പ്രഷർ വെറുതെ കൊടുക്കാതെ, എന്നാൽ വെള്ളം പരമാവധി
എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയമായിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു കാര്യം. എനിക്ക് യാതൊരു സംശയവുമില്ല, ഈ കഴിഞ്ഞ 2021 ഭൂരിപക്ഷത്തേക്കാൾ വർദ്ധമാനമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഇവിടെ വിജയിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ആത്മവിശ്വാസം. ഇവിടെ ഭരണവിരുദ്ധ വികാരമെന്ന് പറയുന്ന ഒന്ന് ഇല്ലേ ഇല്ല. ഈ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയുന്നതുമില്ല. മാധ്യമങ്ങൾ പോലും പറയുന്നില്ല. ഇടതുപക്ഷത്തെയും CPM-നെയൊക്കെ എതിർക്കുന്ന മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അവർ പോലും ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയുന്നില്ല. ജനങ്ങൾ പൊതുവെ സംതൃപ്തരാണ്. ഇപ്പോൾ വിഷു വരുന്ന ഏപ്രിൽ മാസത്തെ പെൻഷൻ കൂടെ കൊടുക്കുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാരുടെ കയ്യിൽ ഈ മാസം 4000 ഉറുപ്പിക പെൻഷനിനെത്തി കിട്ടുകയാണ്. വിഷുവിൻ്റെ കൈനീട്ടം നേരത്തെ കൊടുക്കുകയാണ്. അപ്പോൾ 4000 രൂപ വെച്ച് നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ ആളുകൾക്കും പെൻഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് റേഷൻ ഇടതടവില്ലാതെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ്ങോ അല്ലെങ്കിൽ പവർ കട്ടോ ഇല്ല. പവർ കട്ടും ലോഡ് ഷെഡിങ്ങോ എന്ന് പറഞ്ഞ രണ്ട് വാക്കുകൾ നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് അറിയില്ല, പഴയ ആളുകൾക്ക് മാത്രമേ അറിയാവൂ. അങ്ങനെ എല്ലാ മേഖലകളിലും, അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ മേഖലകളായിരുന്നാലും മറ്റെല്ലാ മേഖലകളിലും മുന്നേറിയ ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒന്നില്ല. കൽപ്പിച്ചുണ്ടാക്കാനുള്ള പരിശ്രമം, ഇതുപോലെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെ ഗവൺമെൻറ് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്ന പ്രശ്നങ്ങളെ, കുടിവെള്ളം പോലെ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്ന പ്രശ്നങ്ങളെ ഒരു ഭരണവിരുദ്ധ വികാരമായിട്ട് പ്രാദേശികമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ചില പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് യഥാർത്ഥ ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ സർക്കാർ ജീവനക്കാർ അവരെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശമ്പള കമ്മീഷനെ നിയമിക്കുകയും അവരുടെ DA എല്ലാം കൊടുക്കുകയും ഗവൺമെൻറ് ചെയ്ത് അതോടുകൂടി ആ വിഷയം അവർക്ക് അവസാനിച്ചു. പിന്നെ ഈ വികസന തുടർച്ചയുണ്ടാകണമെന്ന് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ UDF-ൻ്റെ ഗവൺമെൻറ് വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ള കാര്യം ചെറുപ്പക്കാർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടും, തിരിച്ചു പോകുന്നൊരവസ്ഥ വരും. അവരിപ്പോൾ അധികാരത്തിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് തന്നെ അവരുടെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. ഇപ്പോൾ ലീഗിൻ്റെ നേതാക്കന്മാരുടെ പ്രസ്താവനയെല്ലാം പുറത്തു വന്നല്ലോ. അതെല്ലാം നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് അധികാരം എന്ന് പറയുന്നത് തങ്ങൾക്ക് കച്ചവടം നടത്താനും തങ്ങൾക്ക് അഴിമതി നടത്താനുമുള്ള ഒരു സംഗതിയാണെന്ന് അവർ സ്ഥാപിക്കുകയാണ്. നടന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച, വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആ പദ്ധതി വേണ്ടെന്ന് പറഞ്ഞവരാണ് UDF-കാർ. നിർത്തിവെക്ക്, എന്നിട്ട് വരെ കമ്മീഷന് വയ്ക്ക്, റിപ്പോർട്ട് വരട്ടെ. 85% പദ്ധതി പൂർത്തീകരിച്ചപ്പോഴാണ് ഈ പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവ് നടത്തിയത്. പിന്നെ സ്വർണത്തിൻ്റെ കാര്യം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുറ്റമറ്റ ഒരു അന്വേഷണ സംവിധാനമാണത്. ആര് കുറ്റം ചെയ്താലും ശരി അവർ ഉള്ളിലാകും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. അവർ തന്നെയാണ്, ഹൈക്കോടതി തന്നെയാണ് SIT-യെ നിയോഗിച്ചത്. SIT അന്വേഷണ പുരോഗതി ഹൈക്കോടതിക്കാണ് സമർപ്പിക്കുന്നത്. മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ DGP-ക്കോ അല്ല സമർപ്പിക്കുന്നത്. ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണ് ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻസ് നൽകുന്നത്. അതുകൊണ്ട് കുറ്റമറ്റ അന്വേഷണ സംവിധാനം ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട്, കണ്ടെത്തുന്നുണ്ട്. നാളെയും ഇനി അവശേഷിക്കുന്ന ആളുകളെയും കണ്ടെത്തും. അതിനെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് ഇവിടെ പരിശ്രമിച്ചാൽ ഇവിടെ ചെലവാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കോൺഗ്രസിന് അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി തന്നെയാണ് ശബരിനാഥൻ. അക്കാര്യത്തിൽ സംശയമില്ല. അയാൾ ഒരിക്കൽ അരുവിക്കര മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് നല്ല വിജയം കരസ്ഥമാക്കിയ ഒരു യുവാവാണ്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും വിജയിച്ചു വന്നു. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി അല്ലെന്ന് പറയാൻ വേണ്ടി പറ്റുകയല്ല. ഇവിടെ കഴക്കൂട്ടത്തും ഒരു ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ തന്നെയാണ് അവർ നിർത്തിയിരിക്കുന്നത്. ഒരു പഴയകാല രാഷ്ട്രീയ നേതാവിനെയാണ് നിർത്തിയിരിക്കുന്നത്. ഒപ്പം വട്ടിയൂർക്കാവിലും നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. കെ മുരളിയേക്കാൾ വലിയ ഒരു സ്ഥാനാർത്ഥിയൊന്നും കോൺഗ്രസിന് വട്ടിയൂർക്കാവിൽ നിർത്താനില്ല. ഇവിടെ നല്ല ട്രയാങ്കുലർ ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. BJP-ക്ക് 3 അല്ല 30 സീറ്റോ 140 സീറ്റും വേണമെങ്കിലും ആഗ്രഹിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇത് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും മഹാത്മാ അയ്യൻകാളിയും അയ്യ വൈകുണ്ഠസ്വാമിയും എല്ലാം ഉഴുതുമറിച്ച മണ്ണാണ് ഈ കേരളത്തിൻ്റെ മണ്ണെന്ന് പറയുന്നത്. ആ മണ്ണിലാണ് കേരളത്തിലെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനം സഞ്ചരിച്ചതും മതനിരപേക്ഷതയുടെ കൊടി ഉയർത്തിയതും. ആ മതനിരപേക്ഷതയുടെ കൊടി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു ആശങ്കയും വേണ്ട. ഒരു വർഗീയ ഭ്രാന്തന്മാർക്കും സംസ്ഥാന നിയമസഭയിലേക്ക് കടന്നു വരാൻ വേണ്ടി പറ്റുകയില്ല. കോടിക്കണക്കിന് രൂപ കൈവശമുള്ള രാജീവ് ചന്ദ്രശേഖർ ആ കോടിക്കണക്കിന് രൂപ മുടക്കിയാലും നിയമത്തെ രക്ഷപ്പെടാൻ വേണ്ടി പോകും. ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രചാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് ആരംഭിച്ചത്. അത് കഷ്ടിച്ചിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഞാനിവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് MLA എന്നുള്ള നിലയിൽ, മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ നിയോജക മണ്ഡലത്തെ നഴ്സ് ചെയ്തുകൊണ്ട് അതിനെ പരിചരിച്ചുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും ഇവിടെ തന്നെയുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രചാരണ രംഗത്ത് എത്തുമ്പോൾ വളരെ നല്ല പ്രതികരണമാണ് യഥാർത്ഥത്തിൽ എനിക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത്. 10 വർഷക്കാലത്തെ എൻ്റെ പരിശ്രമങ്ങൾ വിഫലമായില്ല. അത് ജനങ്ങൾ കൃത്യമായിട്ടും അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന പൊതുബോധമാണ് പ്രചരണ രംഗത്ത് കാണുന്നത്. അവർ ഇങ്ങോട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ജനങ്ങളുടെ മനസ്സിൽ
ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് ഇടതുപക്ഷവും കടകംപള്ളി സുരേന്ദ്രനുമാണെന്ന ഒരു നല്ല ബോധ്യം ആളുകളുടെ മനസ്സിനകത്തുണ്ടെന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ യഥാർത്ഥത്തിൽ ഈ നിയോജകമണ്ഡലത്തിലെ ആയിരക്കണക്കായിട്ടുള്ള കുടുംബങ്ങളിൽ ഒരാളെന്നുള്ള നിലയിലായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിനു മുമ്പും 4 പതിറ്റാണ്ട് കാലം എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുജീവിതവും ഈ പ്രദേശത്ത് തന്നെയായിരുന്നു. ഒരു MLA ആകുന്നതിന് മുമ്പ് തന്നെ ഒരു ജനപ്രതിനിധിയെപ്പോലെ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും അവരുടെ ആഹ്ലാദത്തിലും ഏത് കാര്യത്തിലും അവരിലൊരാളായി അവരുടെ ഒരു കുടുംബാംഗത്തെ പോലെ അവർക്ക് പരിഗണിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്.